ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാനൊരു ജപ്പാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. ജപ്പാനിലേക്ക് പോകുന്ന വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്ന് കരുതി. ചിലരൊക്കെ ജപ്പാൻ വിശേഷങ്ങളെക്കുറിച്ച് തിരക്കിയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ തൊട്ട് പറയാട്ടോ. അപ്പോൾ ചിലർ അന്വേഷിച്ചത് ഞാൻ എങ്ങനെയാണ് പോയത്. ഞാനൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത്. ബെന്നി റോയൽ ടൂർസ് എന്ന ട്രാവൽ കമ്പനി ഓർഗനൈസ് ചെയ്ത ജപ്പാൻ ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജപ്പാനിലെത്തിയത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ടൂർ പൊതുവേ എൻജോയ് ചെയ്യുന്ന ആളല്ല ഞാൻ. അതിനൊരു കാരണമുണ്ട്. മിക്കവാറും ഗ്രൂപ്പ് ടൂറുകളിൽ ഒന്നിലധികം രാജ്യങ്ങളുണ്ടാവും. ചിലതിൽ 10-12 രാജ്യങ്ങൾ. എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല. യാത്ര റിലാക്സ്ഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാണ് ഞാൻ. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കണം. എങ്കിലേ യാത്ര കൊണ്ട് പ്രയോജനമുള്ളൂ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇൻഫോർമേഷൻ ഓവർലോഡിങ് പോലെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജപ്പാൻ മാത്രമുള്ള ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമാകാൻ ഞാൻ നിശ്ചയിച്ചത്. അവരുടെ ടൂറ് ഓവറോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ്. യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ളവരാരും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും അനുകൂല ഘടകമായിട്ട് മാറി. നമ്മൾ വളരെ പരിചയമുള്ള ആളുകളുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഗ്രൂപ്പ് ടൂറിന് പോകുമ്പോഴേ നമ്മൾ പലപ്പോഴും കൂടെയുള്ളവരോട് കണക്റ്റഡ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പല ആളുകളെയും പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പരിചയമുള്ള ആരുമില്ലാതെ യാത്ര ചെയ്തത് കൊണ്ട് ഒരു സമദൂര സൗഹൃദം എല്ലാവരുമായിട്ട് സാധ്യമായി. എല്ലാവരും വളരെ കെയറിങ്ങും സപ്പോർട്ടീവും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, മഹാരാജാസ് കോളേജിലെ ഫോമർ പ്രിൻസിപ്പൽ. അതിന് പലപ്പോഴും കുറേ റിഗാർഡ്സ് കിട്ടാറുണ്ട്. പിന്നെ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കും, അവിടെ പ്രിൻസിപ്പലായിട്ട് എങ്ങനെയായിരുന്നു, എങ്ങനെ അവിടെ പ്രിൻസിപ്പലായിട്ടിരിക്കാൻ സാധിച്ചു, ടെൻഷൻ ഉണ്ടായില്ലേ, ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്തായാലും എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ, അവരുടെ കൂടെയുള്ള യാത്ര എന്നെ സംബന്ധിച്ച് വളരെ വളരെ എൻജോയബിൾ ആയിരുന്നു. പിന്നെ നമ്മുടെ ടീം ലീഡറില്ലേ, യാസിം എന്നാണ് ആ പയ്യൻ്റെ പേര്. നമ്മുടെയൊക്കെ പേരക്കുട്ടിയാകാനുള്ള പ്രായമുള്ളൂ. അപ്പോൾ യാസിം ഞങ്ങളെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. ജപ്പാനിൽ ചെന്നപ്പോൾ ഒരു ജാപ്പനീസ് ഗൈഡും ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് ജപ്പാനിലെ കാഴ്ചകളേക്കാൾ ഞാൻ ആഗ്രഹിച്ചത് അവിടുത്തെ ജീവിത രീതികൾ മനസ്സിലാക്കലാണ്. അത് ശരിയാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നി. ചെറി ബ്ലോസം എന്ന് പറയുന്നത് ജപ്പാനിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് സീസണാണ്. ചെറി ബ്ലോസം പീരിയഡിൽ അവിടെ പുഷ്പിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങൾ, അതിൻ്റെ മനോഹാരിത, അതാണ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ കൊന്നപ്പൂക്കളൊക്കെ ഇല്ലേ, കൊന്നപ്പൂക്കളൊക്കെ അതിനേക്കാൾ ഭംഗിയുള്ളതാണ്. ഈ വാഗമരമൊക്കെ പൂത്തു നിൽക്കില്ലേ, മഞ്ഞ, ചുമപ്പ്, അതെല്ലാം വേണ്ട വിധത്തിൽ നമ്മൾ സംരക്ഷിക്കാറില്ല. അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. കാഴ്ചകളേക്കാൾ എന്നെ ത്രസിപ്പിച്ചത് അവരുടെ ജീവിത രീതികളാണ്. ഞാൻ ഏകദേശം 14ഓളം രാജ്യങ്ങൾ ഇതിനകം സന്ദർശിച്ചിട്ടുണ്ട്. ഈ ജപ്പാൻ സന്ദർശനം കഴിഞ്ഞപ്പോൾ എനിക്ക് മുമ്പെങ്ങും ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. ജപ്പാനെ ശരിക്കും മിസ് ചെയ്യുന്നു. വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം ജപ്പാനെക്കുറിച്ച് മാത്രമായിരുന്നു സംസാരം. പിന്നെ എനിക്ക് വീട്ടിൽ നിന്നൊരു താക്കീത് കിട്ടി, ജപ്പാൻ്റെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. അപ്പോഴാണ് ജപ്പാനെക്കുറിച്ചുള്ള വർത്തമാനം നിർത്തിയത്. അത്രയ്ക്ക് നമുക്കൊരു മിസ്സിങ് ഫീലിംഗ്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ വളരെ യുണീക്കായിരുന്നു കേട്ടോ. ബഹുമുഖ പ്രതിഭകളായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതിൽ ഒരു ഹിസ്റ്റോറിയൻ ഉണ്ടായിരുന്നു, കാനം. ജപ്പാൻ ട്രിപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, ഒരു കാമുകിയെ പിരിഞ്ഞു പോകുന്ന വിരഹവേദനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാഴ്ചകളെക്കുറിച്ചൊന്നും അല്ല കേട്ടോ. അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ചാണ്, അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്, അവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്, ജീവിതത്തിൽ പകർത്താൻ പറ്റിയ പാഠങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏതായാലും ജപ്പാൻ സന്ദർശനത്തിന് ശേഷം അവിടെ കണ്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്നുള്ള ശക്തിയായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ, വൈകിപ്പോയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അവിടെ നല്ല പ്രായമുള്ളവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നത് കണ്ടാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പ്രായമൊന്നും അവർക്ക് പ്രശ്നമല്ല. രൂപത്തിലൊക്കെ അവർക്ക് പ്രായമായിട്ടുണ്ട്, മുഖത്ത് ചുളിവുകൾ ഉണ്ടാവാം, കൂനി നടക്കുന്നുണ്ടാകാം, പക്ഷെ ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു. ഇനിയിപ്പോൾ ഇത്രയൊക്കെ പ്രായമായില്ലേ എന്നുള്ളൊരു ചിന്തയെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ജപ്പാൻ വിശേഷങ്ങളിലേക്ക് കടക്കാം.
ഒന്നാമത്തെ കാര്യം എനിക്കുണ്ടായ അത്ഭുതകരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് കുറച്ച് ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പും കുറേശ്ശെ മഴയും ഉണ്ട്. പക്ഷേ എൻ്റെ ഹെൽത്ത് പെർഫെക്റ്റ് ആയിരുന്നു. അതിൻ്റെ കാരണം അവിടുത്തെ വൃത്തി, പൊല്യൂഷൻ ഇല്ലാത്ത ഒരു എൻവയൺമെൻറ്റ്. ഇത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ഞാൻ ഉത്സാഹവതിയായി. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളിൽ അവർ കൊടുക്കുന്ന പ്രാധാന്യം. നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യമല്ലേ? വളരെ പൊല്യൂഷൻ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത പണിഷ്മെൻ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം അവരുടെ പെരുമാറ്റം. അതേക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കൈ ഇങ്ങനെ വെച്ച് തല കുമ്പിട്ടിട്ടാണ് നമ്മളെ അഭിവാദ്യം ചെയ്യുന്നത്. ഈ മര്യാദ ഉണ്ടാകുന്നത് നമ്മുടെ മനോഭാവത്തിൽ നിന്നാണ്. ആ മനോഭാവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലാണ്. ഇവിടെ മറ്റുള്ളവരെക്കുറിച്ചൊരു എക്സ്ട്രീം കരുതലാണെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഡിയർ പാർക്കിൽ പോയിട്ടാ. ഒരുപാട് മാനുകളുള്ള പാർക്ക്. മാനുകളെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ അവിടുത്തെ മാനുകൾ പോലും തല കുമ്പിട്ട് നമ്മളെ അഭിവാദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അതുപോലെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വാഹനങ്ങളുണ്ട്, വളരെ ഡിസിപ്ലിൻഡായിട്ട് നീങ്ങുന്ന വാഹനങ്ങൾ. വളരെ കരുതലോടുകൂടിയേ നമ്മൾ റോഡിലൂടെ നടക്കാനും പാടുള്ളൂ. മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിയന്ത്രിക്കാൻ ആളുകളുണ്ട്. അവർ വളരെ സ്നേഹപൂർവ്വം നമ്മളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടും. നമ്മളിവിടുത്തെ പതിവനുസരിച്ച് കുറച്ച് തെറ്റിയൊക്കെ നടക്കും, വഴിയിലേക്ക് ഇറങ്ങി നടക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ ഒരു തവണ നോക്കുമ്പോൾ ഞങ്ങളുടെ പിന്നാലെ ഒരു വണ്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ വരികയാണ്. ഞങ്ങൾ മാറാത്തത് കൊണ്ട് അവർ ഹോൺ അടിച്ച് ഞങ്ങളെ ശല്യപ്പെടുത്താതെ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവരുടെ കരുതലിൻ്റെ, മര്യാദയുടെ ഭാഗമാണ്. ഞാൻ പെട്ടെന്ന് സമാനമായ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തുപോയി. മഹാരാജാസ് കോളേജിൻ്റെ തൊട്ടടുത്താണ് കോർട്ട്. ഞാൻ ഒരിക്കൽ കോടതി വളപ്പിലൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോയപ്പോൾ ഒരാളെൻ്റെ മുന്നിലുണ്ട്. ഞാൻ ഹോൺ അടിച്ചില്ല കേട്ടോ. വലിയ മര്യാദയൊന്നും കൊണ്ടല്ല കേട്ടോ, കോടതി വളപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനിങ്ങനെ കാറുമായിട്ട് മെല്ലെ മെല്ലെ അയാളുടെ പുറകെ പോവാണ്. നിങ്ങൾ എന്നെ കാറിടിച്ച് കൊല്ലാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ആരെങ്കിലും ഹോൺ അടിക്കാതെ ഇങ്ങനെ പിന്നാലെ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ പേടിക്കും. ശരിക്ക് അവരെ കൊല്ലാൻ ചെല്ലുകയാണെന്ന് അവർ വിചാരിക്കും. കാരണം അങ്ങനെ ഒരു പ്രാക്ടീസേ ഇല്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മുടേത്. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ചില മര്യാദകളെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മര്യാദകൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾ വേറൊരു രാജ്യത്ത് ചെന്നിരിക്കുകയാണല്ലോ. നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു അസൗകര്യം നേരിട്ടാൽ അവർ കൃത്യമായിട്ട് നമ്മളെ സഹായിക്കും. നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ വഴി അറിയാതെ വന്നാൽ പലപ്പോഴും അവർ നമ്മുടെ കൂടെ വന്ന് ഹോട്ടലിലേക്ക് ആക്കിത്തരും. ഇത്രയും കരുതലുള്ള ഒരു പെരുമാറ്റമാണ് അവരുടേത്. നമ്മളിത് എന്തെങ്കിലും പുസ്തകത്തിൽ വായിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല അല്ലേ? അങ്ങനെയൊന്നും ഒരു സാധ്യതയില്ല. പക്ഷേ അവിടെ ചെന്ന് ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് ഇങ്ങനെയും പെരുമാറാൻ മനുഷ്യന് സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഈ ജപ്പാൻ സാങ്കേതികമായിട്ട് വളരെ അധികം മുന്നേറ്റം നടത്തിയ ഒരു രാജ്യമാണ്. ജപ്പാനിലെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. പക്ഷേ ഈ ടെക്നോളജി അവരുടെ മാനവികതയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. പ്രത്യേകിച്ചും ടോക്കിയോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സമാധാനമാണ്. നമ്മളൊരു ടെക്നോളജി മനസ്സിലാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സ്പീഡ് കൂട്ടലാണ്. നമുക്ക് ആക്രാന്തമായി ഒരുപാട് കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല കേട്ടോ. അപ്പം ഞാൻ ടോക്കിയോയിൽ ലിഫ്റ്റിൽ മുകളിലേക്ക് പോകാനായിട്ട് സ്വിച്ച് അമർത്തി ഇങ്ങനെ നിന്നിട്ട് കുറച്ച് സമയമായിട്ടും ഇത് വരുന്നില്ല, ലിഫ്റ്റ് താഴേക്ക് വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു ജപ്പാൻകാരൻ നിൽപ്പുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, ഇത് വർക്ക് ചെയ്യുന്നില്ലേ? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, യു വെയിറ്റ്, ബി പേഷ്യൻറ്റ്, അത് വരും. നമുക്ക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ പിന്നെ ഇംപേഷ്യൻസ് ആണ്. ഒന്നിനും ഒരു ക്ഷമയില്ല, എല്ലാം പെട്ടെന്ന് നടക്കണം. അവിടെ നേരെ വിപരീതമായ അനുഭവമാണ് ഉണ്ടായത്. എല്ലാവരും വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രതീതി, ധൃതിയില്ലാത്തൊരവസ്ഥ. ജാപ്പനീസ് ഗൈഡ് ആൽഫെൻഡോയോ അത് തന്നെ പറഞ്ഞു. ടോക്കിയോയിൽ ആ ഒരു മാനവികത ശരിക്കും അനുഭവിക്കാൻ പറ്റി. അതുമാത്രമല്ല, ബേസിക്കലി നമ്മൾ മനുഷ്യരാണെന്നുള്ളൊരു ഫിലോസഫിയില്ലേ, അത് ഊട്ടി ഉറപ്പിക്കുന്ന ഹാബിറ്റ്സാണ് അവർക്കുള്ളത്. ശരിക്കും മനുഷ്യന് അനുയോജ്യമായ ഒരു ജീവിത ശൈലി നമ്മൾ പാലിക്കുക എന്നുള്ളത് അവരുടെ ഹൈലൈറ്റാണ്. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, ഈ ടെക്നോളജി കടന്നു വന്നതോടുകൂടി നമ്മൾ അതെല്ലാം ഉപേക്ഷിച്ചില്ലേ?
നമ്മൾ ഒട്ടും സിസ്റ്റമാറ്റിക് അല്ല. ലേറ്റ് നൈറ്റ് ലൈഫ്, പാർട്ടി, ഇതൊക്കെ എന്തോ ചെയ്യുന്നത് വലിയ സംഭവമായിട്ട് നമ്മൾ കരുതുന്നു. പക്ഷേ അവിടെ ഞാൻ കണ്ടത് എന്താണെന്ന് അറിയാമോ? രാവിലെ 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, വൈകിട്ട് 6 മണിക്ക് ഡിന്നർ. അത് വളരെ ആരോഗ്യകരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നു, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്. അതിലെ ഫുഡ്, ജങ്ക് ഫുഡ് തീരെയില്ല എന്ന് പറയാം. പിന്നെ അത്യാവശ്യക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാവും. എല്ലാം വളരെ ഹെൽത്തി ഫുഡ്. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഒന്നായിരുന്നു ഫുഡ്. വളരെ ഹെൽത്തിയാണ്, അധികം എരിവില്ല. ഇതൊക്കെയാണ് ജാപ്പനീസ് ഫുഡിൻ്റെ രീതി. പിന്നെ പച്ചമത്സ്യം, സുഷി എന്ന് പറയും, അതും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. വളരെ ടേസ്റ്റിയാണെന്ന് ആളുകൾ പറയുന്നത് കേട്ടു. ഞാൻ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ഫുഡിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. നമ്മളെങ്ങനെയായിരിക്കണമെന്നുള്ള ചില പ്രകൃതി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കാതെ ടെക്നോളജിയുമായിട്ടുള്ള ഒരു സിങ്ക്രണൈസേഷൻ, അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. 4ാമത്തെ കാര്യം, അവരുടെ പങ്ക്ച്വാലിറ്റി. ഒരു രക്ഷയുമില്ല. ഞങ്ങൾ 3 ബുള്ളറ്റ് ട്രെയിൻ യാത്ര നടത്തി. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ അവരുടെ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, പെട്ടെന്ന് വിടും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് കയറാനും ഇറങ്ങാനും ആവശ്യത്തിന് സമയമുണ്ട്. പക്ഷേ ഒരു സമയം പറഞ്ഞാൽ കൃത്യസമയത്ത് ട്രെയിൻ വന്നിരിക്കും. 1 സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അവിടെ പിന്നെ ഈ കയറാനും ഇറങ്ങാനും ഒക്കെ സഫീഷ്യൻറ്റ് ടൈം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു കാര്യം, അവിടെ പാലിക്കപ്പെടുന്ന മര്യാദയാണ്. അവിടെ ക്യൂ കൃത്യമായിട്ടുണ്ടാവും. നമ്മൾ ട്രെയിനിൽ കയറുന്നത് എങ്ങനെയാണ്? 10 പേരുള്ളെങ്കിലും 10 പേര് നമ്മളൊരു മൽപ്പിടുത്തം നടത്തിയാണ് അതിനകത്തേക്ക് കയറുക. ഞാൻ ഈയിടെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തു. അപ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. അത് വന്ന് 2 മിനിറ്റ് നിൽക്കുന്നു. നമ്മൾ 2 മിനിറ്റ് മര്യാദയോടുകൂടി കയറുകയാണെങ്കിൽ സുഖമായിട്ട് കയറാൻ പറ്റും. ഇത് നമുക്കും ടെൻഷനാണ്. സാമാന്യ മര്യാദ നമ്മൾ പാലിക്കാത്തത് കൊണ്ടേ എല്ലാവർക്കും കയറാൻ വെപ്രാളം വന്നിട്ട്. അതുമാത്രമല്ല, ട്രെയിനിലേക്ക് കയറുന്ന ചവിട്ടുപടികളില്ലേ, അതൊക്കെ പല സ്റ്റേഷനിലും വളരെ ഡേഞ്ചറസ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനൊന്നും ഒരു യൂണിഫോമിറ്റി ഇല്ലാത്തത് കൊണ്ട് ചില സ്ഥലത്ത് നല്ല ഗ്യാപ്പ് ഉണ്ടാവും. കുറേ ഉയരത്തിൽ കയറി പിടിച്ചു വേണം കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്താൻ. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരു വ്യത്യാസം, എല്ലാം ഓൾഡ് ഏജ് ഫ്രണ്ട്ലിയാണ്. ഞാൻ ആദ്യം ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയാം ഹൈ സ്പീഡിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് അതിൽ കയറാനോ ഇറങ്ങാനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇത്രയും സ്പീഡിലാണ് ട്രെയിൻ പോകുന്നതെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല. അപ്പോൾ ജപ്പാനിൽ എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്യുന്നവരെന്താ പറയുന്നതെന്നോ? അപ്പോൾ നമ്മളിപ്പോൾ ജപ്പാനിൽ ആദ്യമായിട്ട് ചെന്നു, ഇന്ന സ്റ്റേഷനിൽ ഇറങ്ങണമെന്നല്ല അവർ പറയാറുള്ളത്, ഇന്ന സമയത്ത് ഇറങ്ങിക്കോളൂ. കാരണം അവർക്ക് അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ്, ഇന്ന സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റേഷനായിരിക്കുമോ അത്. 5ാമത്തെ കാര്യം, അത് ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്, ഓണസ്റ്റി, ആളുകളുടെ സത്യസന്ധത. അപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യണത് കേട്ടോ, നമ്മളെല്ലാവരും സത്യസന്ധരാണെങ്കിൽ ജീവിതം എത്ര സന്തോഷം നിറഞ്ഞതായിരിക്കും, എത്ര പീസ്ഫുള്ളായിരിക്കും. ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ഒരാളുടെ മൊബൈൽ നഷ്ടപ്പെട്ടു. ഏതാനും മിനിറ്റുകൾക്കകം അത് കണ്ടെത്താൻ പറ്റി, സ്പോട്ട് ചെയ്യാൻ പറ്റി. ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഫോൺ തിരിച്ചു തരാമെന്ന് അറിയിച്ചു. കൃത്യമായിട്ട് ഫോൺ തിരിച്ചു കിട്ടി. നമ്മുടെ ഒരു രീതിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജപ്പാനിലേക്കുള്ള യാത്രയ്ക്കിടയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ടോക്കിയോയിൽ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണെന്നോ, മകനൊന്നും പലപ്പോഴും വീട് പോലും പൂട്ടാറില്ല എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും. 6ാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ലെവലിൽ മാറ്റം വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്പേസ് ഉപയോഗിക്കാൻ ശ്രമിക്കും. എല്ലാം വളരെ സ്പേഷ്യസ് ആയിരിക്കണം. അവിടെ കണ്ടൊരു പ്രത്യേകത, മിനിമം സ്പേസാണ് അവർ ഉപയോഗിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ വിശാലമായിട്ടുള്ള ആംബിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ വാഷ്റൂമൊക്കെ വളരെ ചെറുതാണ്. ഉപയോഗിക്കാൻ വളരെ കൺവീനിയൻ്റ് ആണ്. ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ സാധനങ്ങൾ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാണ് അവരുടെ ഫിലോസഫി. ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് അവർ വീട്ടിലാണെങ്കിൽ സ്പേസ് കൊടുക്കില്ല. ജപ്പാനിലെ ക്ലോസറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ക്ലോസറ്റിൻ്റെ ഒരു സൈഡിൽ പലതരം സ്വിച്ചസ് ഉണ്ട്. എല്ലായിടത്തും ആവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആവശ്യത്തിലധികം വെള്ളവും വരില്ല. ആവശ്യത്തിനനുസരിച്ച് വളരെ സാവകാശമാണ് വെള്ളത്തിൻ്റെ വരവ്. അപ്പോൾ നമ്മൾ ആ സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗവും ക്ലീൻ ചെയ്യാനുള്ള സ്വിച്ചസ് അവിടെ ഉണ്ട്. അത് ആവശ്യാനുസരണം അമർത്തി നല്ല ക്ലീനായിട്ട് പുറത്തു വരാൻ പറ്റും. കുളിമുറിയിലാണെങ്കിൽ ഷവർ ഉണ്ടാവും.
പിന്നെ ബാത്ത് ടബ് ഉണ്ടാവും. ബാത്ത് ടബ് ഒരു കൃത്യം വലിപ്പത്തിലുള്ളതായിരിക്കും, ആവശ്യത്തിലധികം വലിപ്പമൊന്നുമില്ല. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, ജപ്പാൻ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് വേറൊരു തരം സംവിധാനമാണ്. പക്ഷെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള സംവിധാനമാണ് കേട്ടോ. നമുക്കതിലിരിക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടും. എല്ലാം നല്ല സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു രീതി അവർക്കുണ്ട്. എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ആക്കിയിട്ടാണ് അവർ സ്ഥലം വിടുന്നത്. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലായാലും എയർപോർട്ടിലായാലും അത്യാർഭാടമൊന്നുമില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും ലിഫ്റ്റ്, എസ്കലേറ്റർ ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റെയർ കേസും ഉണ്ടാവും. നമ്മുടെ ശരീരം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. സ്റ്റെയർ കേസ് ഉപയോഗിച്ച് കയറാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം എസ്കലേറ്ററും ലിഫ്റ്റ് ഉപയോഗിക്കുക. നമ്മൾ ജാപ്പനീസ് പുസ്തകത്തിൽ വായിച്ച ചില കാര്യങ്ങളാണ്. പക്ഷേ അവിടെ വളരെ പ്രായമുള്ള ആളുകൾ പോലും സ്റ്റെയർ കേസ് എല്ലാം ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. ഒരുപാട് ഫാഷൻ, ആർഭാടം ഇതൊന്നും അവിടെ ഇങ്ങനെ കണ്ടില്ല ഞാൻ. ജപ്പാൻ കാറുകളോട് നമുക്ക് ഒരുപാട് പ്രിയമല്ലേ. അവിടെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് ചെറിയ കാറുകളാണ്, ആവശ്യാനുസരണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി കാറുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാനവിടെ കണ്ടത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കാരണം, അവിടെ വളരെയധികം പ്രചാരത്തിലുള്ളത് ചെറിയ കാറുകളാണ്. ജപ്പാൻകാരുടെ വീടുകളൊന്നും സന്ദർശിക്കാൻ സമയം കിട്ടിയില്ല, സന്ദർഭം കിട്ടിയില്ല. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് അവർ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വീട്ടിൽ സൂക്ഷിക്കാറില്ല. ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമാണ് വീട്ടിൽ സൂക്ഷിക്കാറുള്ളത്. അത് സത്യമാണെന്ന് അവരുടെ പൊതുജീവിതം കണ്ടപ്പോൾ മനസ്സിലായി. ഏഴാമത്തെ കാര്യം, അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന സ്മാരകങ്ങളുണ്ട്. ഹിരോഷിമയിലെ അണുബോംബിട്ട സ്ഥലമൊക്കെ ഇല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഭീകരത നമ്മൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ധാരാളം പേര് ഹിരോഷിമ സന്ദർശിക്കുന്നുണ്ട്. അത് വലിയൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ആ മെസ്സേജ് തരുന്ന രീതിയിലാണ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും യുദ്ധഭീതിയുടെ ഒരു നിഴലിലേക്ക് ജപ്പാനിലേക്ക് പോയതുകൊണ്ട് അത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. യുദ്ധത്തിൻ്റെ ആ ഭീകരതയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ഒരു സന്ദേശം നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. എട്ടാമത്തെ കാര്യം, നമ്മൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും ഷോപ്പിംഗ് അത് നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷനാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിംഗ് സെൻറ്റേഴ്സ് പല സ്ഥലത്തും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഷോപ്പിങ്ങിന് അധികം സമയം കിട്ടിയില്ല, അതിനുവേണ്ടി അങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, വിലയിൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല. നമ്മുടെ ഇവിടെ വല്ലാത്ത ബാർഗെയിനിങ് ആയിരിക്കുമല്ലോ ടൂറിസ്റ്റ് സെൻറ്റേഴ്സിൽ. അവിടെ ഫിക്സ്ഡ് പ്രൈസാണ്, ഏകദേശം ഒരേ വിലയായിരിക്കും. പിന്നെ ആ സ്ഥലത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഞാൻ വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല, നടത്തേണ്ടതായിരുന്നു. കാരണം വാങ്ങിയ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്നോ, അവിടെ ഈ കറൻസിക്ക് യാതൊരു ക്ഷാമവും ഇല്ല. നമ്മുടെ ഇവിടെയുള്ള വലിയൊരു പ്രശ്നം, എവിടെ ചെന്നാലും കറൻസി ഇല്ല, ചില്ലറയില്ല, ചേഞ്ച് ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല അവിടെ. അവരെല്ലാവരും ടെക്നോളജിക്കലി എത്രയോ അഡ്വാൻസ്ഡ് ആണ്, ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. എന്നാലും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാറില്ല. നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നല്ലത് തന്നെയാണ്, ആവശ്യമുള്ളവർ ഇത് ഉപയോഗിച്ചോട്ടെ. കറൻസി നമുക്ക് ആവശ്യത്തിന് സർക്കുലേഷനിൽ ഉണ്ടാകണ്ടേ. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറമേ നിന്ന് ആളുകളൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുക എന്നുള്ളത് ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കറൻസിയുടെ ലഭ്യത യാത്ര വളരെ ആയാസരഹിതമാക്കി എന്ന് പറയാം. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ. എന്തായാലും എൻ്റെ കാഴ്ചപ്പാടുകളുമായിട്ട് അങ്ങേയറ്റം യോജിച്ചു പോകുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുമല്ലോ. അതൊക്കെ നടക്കും എന്ന് തെളിയിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ. എൻ്റെ യാത്രയുടെ ഒരു ഭാഗം എന്നെ ത്രസിപ്പിച്ച ചില കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാഴ്ചകളും മറ്റു വിശേഷങ്ങളും മറ്റൊരവസരത്തിൽ പറയാം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.